അല്പസമയത്തിനുള്ളിൽ കൊല്ലം പാർട്ടിയുടെ ചുമതലയിലേക്ക് ഈ കൊല്ലത്തെ പാർട്ടി പ്രവർത്തകർക്ക് അവസാനമായി ഏറ്റെടുക്കുന്ന VSന്റെ പേരിൽ അവസാനമായി ഏറ്റെടുക്കുന്ന ഒരു ചുമതലയിലേക്ക് മാറുകയാണ്. അദ്ദേഹത്തെ കൊല്ലത്തെ ജില്ല കടത്തിവിടുക. കാര്യം NSന്റെ ജില്ലയിലേക്കാണ് ഇപ്പോൾ VS കടന്നു വരാൻ പോകുന്നത്. ഒട്ടേറെ പാരമ്പര്യമുള്ള ഒരു ജില്ല, പലതരത്തിൽ സമരങ്ങൾ നടന്നിട്ടുള്ള ഒരു ജില്ല, ശൂരനാട് വിപ്ലവം അടക്കം ഒട്ടേറെ സമരങ്ങൾക്ക് വേദിയായിട്ടുള്ള ജില്ല. ആ ജില്ലയിലേക്കാണ് VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരാൻ പോകുന്നത്. ആ വിലാപയാത്ര ഏറ്റുവാങ്ങാൻ വേണ്ടി ഈ കൊടമ്പാട്ടോണത്ത് മറ്റ് ഒരു പ്രദർശനമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ചെറിയ രീതിയിൽ വാഹനമൊന്ന് വേഗത കുറച്ച് അതിനുശേഷം കൊല്ലം ജില്ലയിലേക്ക് കിടക്കുകയാണ്. അപ്പം നമ്മുടെ ജില്ലയിൽ 8 ഇടങ്ങൾ അല്ലേ? 8 കേന്ദ്രങ്ങൾ. കൊല്ലം ജില്ലയിൽ 8 കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ടും സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 8 കേന്ദ്രങ്ങൾ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പാരിപ്പള്ളി, പിന്നീട് ചാത്തന്നൂർ, കൊട്ടിയം, കൊല്ലം ചിന്നക്കട, കാവനാട്, ഷവറ, കരുനാഗപ്പള്ളി, ഓച്ചിറ. പക്ഷേ അതിനിടയിൽ കല്ലുവാതക്കൽ ആളുണ്ട്, പാറയെടുത്ത ആളുണ്ട്, അതുപോലെ തന്നെ ക്യാപെക്സിൻ്റെ ആളിപ്പോൾ ഉണ്ട്. അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ ആൾ കൂടി നിൽപ്പുണ്ട്. പൊതുവെ തീരുമാനിച്ചിട്ടുള്ള ആൾ കൂടിയ സ്ഥലത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്ലോ ചെയ്യണ്ടേ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. 8 കേന്ദ്രങ്ങളിൽ വൈകിട്ട് 5 മണിക്ക് കൊല്ലത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 മണിയോടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലത്തിൻ്റെ വിവിധ കഴിഞ്ഞ് 10 കഴിഞ്ഞ് 12 മണിയാവുന്നു. 12 മണിക്ക് കൊല്ലം ജില്ല കയറിയിട്ടില്ല. അപ്പോൾ 5 മണിക്കാണ് പാരിപ്പള്ളിയിൽ എത്തുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. 18 കിലോമീറ്റർ യാത്ര ചെയ്ത് 6 മണിക്കൂറുകൊണ്ടാണ്. എങ്ങനെയാണ് ഈ 5 മണിക്കൊക്കെ നമുക്ക് വരാൻ പറ്റുന്നത്? അതെ. ഇപ്പോൾ രാത്രിയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് 28 കേന്ദ്രം ഉണ്ടായിരുന്നു. എന്നാലും കൊല്ലത്ത് അത്രയും കേന്ദ്രങ്ങൾ വെച്ചിട്ടില്ല. നിശ്ചയിച്ച 8 ആണെങ്കിലും അതിൽ 10-18 കേന്ദ്രത്തിൽ കൂടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 8 കേന്ദ്രങ്ങളാണ്. ഞാൻ നേരത്തെ മുതൽ സൂചിപ്പിക്കുന്ന 8 കേന്ദ്രങ്ങളാണ്. പക്ഷേ പലയിടങ്ങളിലും VSനെ കാണാൻ വേണ്ടി VSന്റെ ഒരു ഓർമ്മകളുള്ള ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന്, പല ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട്. DYFIയുടെ ചുമതലയിൽ ഇരിക്കുമ്പോൾ VS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ കാണുന്നു? DYFIയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് VS. പഴയ DYFI സമരങ്ങളിലെല്ലാം നിറസാന്നിധ്യമായി VS നിന്നിട്ടുണ്ട്. അതുകൊണ്ട് VSന്റെ വിയോഗം DYFIയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. തന്നെയാണ്. കൊല്ലം ജില്ലയിലേക്ക് കടക്കാൻ പോവുകയാണ്. കൊല്ലം ജില്ലയിലേക്ക് കടക്കുന്ന സ്ഥലത്താണ് ഇവിടെ ചെറിയ രീതിയിൽ ചിലപ്പോൾ വാഹനം ഒന്ന് സ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം നേരെ പോകുന്നത് പാരിപ്പള്ളിയിലേക്കാണ്. പാരിപ്പള്ളിയിലാണ് ആദ്യം അവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ. പിന്നീട് കല്ലുവാതക്കലുണ്ട്, ചാത്തന്നൂരുണ്ട്. പല സ്ഥലങ്ങളിലും ആൾക്കാർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. കാര്യം അവരുടെ VS ആണ്, അവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന അവരുടെ നേതാവാണ്. ആ വ്യക്തിയെ കാണാൻ വേണ്ടിയുള്ള അവസരങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. ഒരു സംശയം വേണ്ട. നാളെ നേരം വെളുക്കാതെ വേലിക്കകത്ത് വീട്ടിലേക്ക് VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം എത്താൻ ഒരു സാധ്യതയുമില്ല. CK അഭിലാൽ കൂടിയുണ്ട്. വിലാപയാത്ര കടമ്പാട്ടുകൂടത്തേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും എന്നതാണ് മനസ്സിലാക്കുന്നത്. ആവായിക്കുളത്തിന് സമീപത്തേക്ക് വിലാപയാത്ര എത്തിയിട്ടുണ്ട്. കടമ്പാട്ടുകോണമാണ് ജില്ലാ അതിർത്തി. അവിടെ നിന്ന് കൊല്ലം പാർട്ടിയുടെ ചുമതലയിലാണ് പിന്നെ വിലാപയാത്ര മുന്നോട്ട് പോവുക.